ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വാട്ടർ ഹീറ്റിംഗിന്റെ ഒരു വീഡിയോ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാം കേട്ടോ. രാവിലെ എണീറ്റ് വലിയൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാൻ പോവാം. രാവിലെ ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. അപ്പോ കോഫി ഉണ്ടാക്കാൻ പോവാം. രാവിലെ കോഫിയോ ടീയോ കുടിക്കുന്നത് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ കണ്ണൻ്റെ മുമ്പിലിരുന്നാണ് ഞാൻ കോഫി അടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി പുട്ടാണ്, കൂരവില അതിൻ്റെ പുട്ടാണ്. പിന്നെ പഴമുണ്ട്, ഹാഫ് ബോയിൽഡ് എഗ് ഉണ്ട്, പിന്നെ കുറച്ച് നട്ട്സ്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2023 ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാട്ടർ ഹീറ്റിംഗിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും ചോറ്, പുളിശ്ശേരി, പയർ മെഴുക്കുവരട്ടി, ചില സ്ഥലത്ത് അച്ചിങ്ങ എന്ന് പറയും. ഇത് തലേ ദിവസത്തെ മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നത്തെ ഞണ്ട് കറിയാണ്. ലഞ്ച് ടൈമിൽ ചോറ് കുറച്ചും കറികൾ കൂടുതലാണ് ഞാൻ എടുക്കുന്നത്. വെജിറ്റബിൾസും പിന്നെ ഫിഷ് നല്ലതാണല്ലോ, അപ്പോൾ അങ്ങനെ കൂടുതൽ കറികളാണ് ഞാൻ എടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് കുറയ്ക്കുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ബിസ്ക്കറ്റാണ് കഴിച്ചത്, ചോക്ലേറ്റ് ഫിൽഡ് ബിസ്ക്കറ്റാണ് കഴിച്ചത്. അപ്പോൾ ചായ ഞാൻ വൈകുന്നേരം ചിലപ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചായ കുടിക്കുന്നുണ്ട്, കൂടെ ഒരു ബിസ്ക്കറ്റും. വേറെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അധികം എണ്ണ പലഹാരങ്ങൾ ഒത്തിരി കഴിക്കാൻ ശ്രമിക്കാറില്ല. ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ബോയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ബ്രൊക്കോളി, കോളിഫ്ലവർ, പിന്നെ കുറച്ച് ബേബിക്കോൺ, ഇത്രയും കൂടെയാണ് ഞാൻ ബോയിൽ ചെയ്യുന്നത്. വെജിറ്റബിൾ ബോയിൽ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയാം. വെജിറ്റബിൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഒരു പീസ് ബട്ടർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒലീവ് ഓയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സോൾട്ടും കുറച്ച് മാത്രം പെപ്പർ പൗഡറും കൂടെ ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അധികം വെജിറ്റബിൾ ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണമൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഡിന്നർ ടൈമിലത്തേക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ഞണ്ട് കറിയുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അപ്പം ഉണ്ടാക്കി, കൂടെ ബോയിൽഡ് വെജിറ്റബിളും കൂടിയാണ് ഡിന്നറിന് കഴിക്കുന്നത്. ഇതിൻ്റെ നോർമൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡായിരിക്കും കഴിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡേ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കാറ്. പിന്നെ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ മാറി മാറിയാണ് വരുന്നത്.
ഇന്ന് 2023 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പോയ വർഷത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മളുടെ നേട്ടം എന്താണ്, നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്. അപ്പോൾ അത് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബർ അല്ലാത്തവർക്കും എൻ്റെയും ദൈവേട്ടൻ്റെയും വക പുതുവത്സരാശംസകൾ. വരുന്ന 2024 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കാനായിട്ട് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ബൈ.